ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ, ഒരു മിനി വ്ളോഗ്. അപ്പം ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പൂരിയും കറിയാണ്. അപ്പം എന്താ പറയുക, അനിയത്തി മദ്രസയിട്ട് വരുന്നതാണ് കേട്ടോ. അതിൻ്റേതായ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അവൾ 1ാം ക്ലാസ്സിലാണ്, ഞാൻ 9th പഠിക്കുന്നത്. അപ്പം എനിക്ക് രാവിലെയും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് അവൾക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചുമ്മാ അവിടെ നല്ല തിരക്കിലാണ്, ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്ന തിരക്കിലാണ്. അപ്പോൾ അനിയത്തിക്ക് ഇന്ന് എക്സാം ഉണ്ട്, അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം അനിയത്തിക്ക് ഇന്ന് എക്സാമൊക്കെ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ട്. അപ്പം അവൾ പെട്ടെന്ന് ചായ കുടിക്കണം. അവളുടെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളും ചായ കുടിച്ചു. എന്താ പറയുക, നല്ല ചൂട് പൂരിയും എന്താ പറയുക ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം പൂരി കഴിക്കാത്ത ഒരേ ഒരാളാണ്. എനിക്ക് പൂരി എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഈ 2 കഴിക്കില്ല. ഈ പുട്ടാണെങ്കിൽ ഒരു കുറ്റി പുട്ടേ കഴിക്കുള്ളൂ. പൂരി ആണെങ്കിൽ പത്തിരിക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നു. എന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. വെച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ അത് വൈകുന്നേരം ആവുകൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ തന്നെ വേഗം പോയി തുറന്നിട്ടു. അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം അതിൻ്റെ പുതപ്പ് മടക്കി വെക്കാനൊക്കെ ഞാൻ സാധാരണ തറവാട്ടിലാണ് കിടക്കാറ്. പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ പുതപ്പ് മടക്കി വെക്കാനും ബെഡ്ഷീറ്റ് നേരാക്കിയിടാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ വിരിച്ചിട്ടും. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ റൂമിൽ ഞാൻ സ്പ്രേ അടിക്കത്തില്ല. നിങ്ങളാരെങ്കിലും അടിക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എന്താ പറയുക, ഞാൻ റൂമിൽ സ്പ്രേ അടിക്കാത്ത ഒരേ ഒരാളാണ്. എനിക്ക് എന്താ പറയുക, സ്പ്രേൻ്റെ സ്മെല്ലൊന്നും അധികം ഇഷ്ടമില്ലാത്ത ഒരേ ഒരാളാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് മണമൊന്നും അങ്ങനത്തെ ഇഷ്ടമല്ല. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഞാൻ സ്പ്രേ അടിക്കും, അല്ലാതെ സ്ഥിരം ആക്കുന്ന ഒരാളല്ല. അങ്ങനെ ഉമ്മ പറഞ്ഞത് കൊണ്ട് ഞാൻ റൂം സ്പ്രേ ഒന്ന് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു. പിന്നെ അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തത്തില്ല, അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടിയിലേക്ക് ഇടുന്നു. ഇതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും, നിങ്ങൾ ക്ഷമിക്കുക. അപ്പം എന്താ പറയുക, എൻ്റെ കലാപരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. അതുതന്നെ ഞാൻ ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ ഭ്രാന്തി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്താ പറയുക, വാഷി ടേപ്പ് ഉണ്ടാക്കി. ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ രാത്രി ബാക്കി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് വാഷി ടേപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം എന്താ പറയുക, എൻ്റെ മനസ്സിൽ ഏതോ ഒരു ഡിസൈൻ വെച്ചിട്ട് എന്തോ ഒരു മോഡലിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടോ, എനിക്ക് കഴിയുമ്പോഴൊക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മടുത്തത് കൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. എന്താ പറയുക, പുറത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, എന്താ പറയുക, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ എൻ്റെ വീട്ടിൽ ആടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, നല്ല രസമായിട്ട് ഒരു കാണാൻ. കുറേ ആടുണ്ടായിരുന്നു, അപ്പോൾ അധികം ആടുകളൊന്നുമില്ല. അപ്പം കുറച്ച് ആടുകളേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ തിരുമുന്ന കല്ല് ഉണ്ടല്ലോ, അതിൻ്റെ സെക്ഷൻ മാറ്റിയല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. സിമെൻറ്റൊക്കെ തേച്ചത് കൊണ്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അകത്തോട്ട് കയറി വന്നു, എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കന് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന്. അപ്പം അത് ഞാൻ എന്താക്കി, ഫ്രിഡ്ജിൽ നേരെ കൊണ്ടുവച്ചു. പുറത്ത് വെച്ചാൽ പിന്നെ ഞങ്ങളെ പൂച്ച അത് തീരുമാനമാക്കും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഉപ്പേരി അരിഞ്ഞിടാണ്ട്. അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക, പയറുപ്പേരിയാണ്. അപ്പം ചിക്കൻ കറിയും പയറുപ്പേരിയും അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ അതാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം എനിക്ക് ഈ അരിഞ്ഞിടുമ്പം പാട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുഖമാണ്. നമ്മൾ ഈ അരിഞ്ഞിടുന്നത് അറിയില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, നല്ല സുഖമാണ്. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞിടുന്നത് അങ്ങനെ അറിയില്ല. പിന്നെ എനിക്ക് ഒരു മടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ ചിലവിലൊക്കെ ഈ പയർ ഓരോന്നായിട്ടേക്ക് മുറിച്ചിടുക. ഞാനൊരു കെട്ടെടുക്കും. എന്നിട്ട് അത് കട്ടിംഗ് ബോർഡ് മേലെ വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് വേഗം പണി കഴിയും. അപ്പം നമ്മൾ പിന്നെ എളുപ്പ പരിപാടിയാണെന്ന് നോക്കാറ് സാധാരണ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പണിക്കൊക്കെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം പയർ ഉപ്പേരി എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാനൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതൊന്ന് സൈഡാക്കി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഞാൻ കറിക്ക് ഉമ്മക്ക് അരിഞ്ഞു കൊടുത്തു. തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞു കൊടുത്തു. ഉമ്മ ഇവിടെ വാരിക്കൊണ്ടിരിക്കുകയാണ്. തൊടിക്കാനുള്ള ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയി ഉപ്പേരി ഉണ്ടാക്കിട്ടോ. ഉപ്പേരിയൊക്കെ ഞാൻ ഉണ്ടാക്കും, കറിയൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. അപ്പം അതിൽ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അത് സെറ്റായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തുടയ്ക്കാനുള്ള ഡ്യൂട്ടി തന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കോലും ബക്കറ്റൊക്കെ എടുക്കാൻ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഇങ്ങനെ ഞാൻ പിന്നെ ബാത്റൂം പോയി ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് കോലും കുന്തമൊക്കെ എടുത്ത് ഞാൻ പിന്നെ നമ്മുടെ യുദ്ധത്തിന് ഇറങ്ങി. അപ്പം എന്താ പറയുക, ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്.
എനിക്ക് എന്താ പറയുക തുടയ്ക്കുന്നത് വലിയ ഇഷ്ടമല്ലാതെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് തുടയ്ക്കുന്നത് അടിച്ചാറിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പം തുടയ്ക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി. പിന്നെ ഇങ്ങനെ തുടയ്ക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക കൊലായി കേട്ടോ ഫസ്റ്റ് തുടയ്ക്കുക. എന്ന് വെച്ചാൽ എന്താ പറയുക അങ്ങനെയാണ്. എനിക്കെന്താ പറയേണ്ട ഓർമ്മയില്ല. എനിക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റും, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ കൊലായി നമ്മൾ ഫസ്റ്റ് തുടച്ചു. ആദ്യം ആ റേക്ക് തുടയ്ക്കും, പിന്നെ നില തുടയ്ക്കും, അത്രയേ ഉള്ളൂ. ഇതൊക്കെയേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ഞാനിന്ന് നിർത്തൂല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താ പറയുക ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എന്താ പറയുക അങ്ങനെ ഫുഡൊക്കെ ആയി. ഇനി നമുക്ക് പോയി കുളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പോയി കുളിക്കാൻ പോട്ടെ. അങ്ങനെ കുളിച്ച് വന്നതിന് ശേഷം കുളി എൻ്റേത് അങ്ങനെ പെട്ടെന്ന് കഴിയും. വേഗം ഞാൻ പണി കഴിക്കും, എന്നിട്ട് വേഗം പോയി കുളിക്കും. ചില ദിവസം ഞാൻ കുളിക്കാൻ കുറച്ച് നേരം വൈകും കേട്ടോ. അപ്പം പിന്നെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണം. ഇന്ന് കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എന്താ പറയുക ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തു. ഇന്ന് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പയറുപ്പേരിയാണ് കേട്ടോ നമുക്കിന്ന് ലഞ്ചിന്. അപ്പം ഞാനത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റിൽ എനിക്ക് കൂടുതലും കമൻറ്റ് വന്നിട്ടുള്ളത് ഹോം ടൂർ ചെയ്യാനാണ്. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ഹോം ടൂർ ആയിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം ഇനിയും ഏത് വീഡിയോ ആണ് വേണ്ടത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എന്താ പറയുക കമൻറ്റ് ചെയ്യുക. കൂടുതലും നമുക്ക് ഹോം ടൂറിനാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ഹോം ടൂർ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ